ആഘോഷപൂർവ്വം പുതുവത്സരത്തെ വരവേറ്റ് ലോകം. പുത്തൻ പ്രതീക്ഷയിൽ 2025. പരിയാരം കൊന്നക്കുഴിയിൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും വീണ് ടാപ്പിംഗ് തൊഴിലാളി മരിച്ചു. കാലടി സ്വദേശി ബാബുവാണ് മരിച്ചത്. കുഴികൾ നിറഞ്ഞ് കരാഞ്ചിറ വലിയ പാലത്തിന് സമീപത്തെ റോഡ്. പാലത്തിനോട് ചേർന്ന അപകടങ്ങൾ തുടർക്കഥയാകുന്നു. റോഡ് അറ്റകുറ്റപ്പണി നടത്താതെ അധികൃതർ. കുന്നംകുളം മേഖലയിൽ അജ്ഞാത രോഗം മൂലം പശുക്കൾ ചത്തൊടുങ്ങുന്നു. രോഗകാരണം കണ്ടെത്താനും കന്നുകാലികളെ ചികിത്സിക്കാനും ആധുനിക സംവിധാനമില്ലെന്ന് ക്ഷീരകർഷകർ. അവഗണനയിൽ പ്രതിഷേധിച്ച് കോൾ കർഷകർ. രാസവളത്തിന്റെയും കീടനാശിനികളുടെയും വില വർധനവ് തടയണമെന്ന ആവശ്യം. ശുദ്ധജലക്ഷാമം അനുഭവപ്പെടുന്ന ശ്രീനാരായണപുരം ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ പ്രാദേശിക കുടിവെള്ള പദ്ധതികൾ ആരംഭിക്കാൻ തീരുമാനം. ഓരോ പ്രദേശത്തേക്കുള്ള കുടിവെള്ളം അതത് പ്രദേശത്തു നിന്നും പമ്പ് ചെയ്യും. വാർത്തകൾ വിശദമായി. ആഘോഷപൂർവ്വം പുതുവത്സരത്തെ വരവേറ്റ് ലോകം. പടക്കം പൊട്ടിച്ചും ആരവം മുഴക്കിയും ലോകം പുതുവർഷത്തെ വരവേറ്റു. പലയിടത്തും സ്റ്റേജ് പ്രോഗ്രാമുകളും ആഘോഷ പരിപാടികളും ഒരുക്കിയിരുന്നു. ആഘോഷങ്ങൾ അതിരുവിടാതിരിക്കാൻ പോലീസ് കർശന പരിശോധന നടത്തിയിരുന്നു. പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ആളുകൾ കൂടുതലായി കൂടിയ ഇടങ്ങളിലും ഡ്രോൺ നിരീക്ഷണം ഉൾപ്പെടെ ഏർപ്പെടുത്തിയിരുന്നു. ഗതാഗത നിയമങ്ങൾ ലംഘിച്ച സംഭവങ്ങളിൽ നിരവധി പേർക്കെതിരെ കേസെടുത്തു. 2025 വർഷത്തെ പുത്തൻ പ്രതീക്ഷയോടെയാണ് ലോകം വരവേറ്റത്. തൃശൂർ ജില്ലയിലും വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിരുന്നത്. പരിയാരം കൊന്നക്കുഴിയിൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും വീണ് ടാപ്പിംഗ് തൊഴിലാളി മരിച്ചു. കാലടി പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ അയ്യമ്പുഴ 8-ാം ബ്ലോക്കിൽ താമസിക്കുന്ന കുറ്റിച്ചിറ വീട്ടിൽ 60 വയസ്സുള്ള ബാബുവാണ് മരിച്ചത്. കെട്ടിടത്തിന്റെ മുകളിലെ നിലയിൽ ഉറങ്ങുകയായിരുന്ന ബാബു പ്രാഥമിക ആവശ്യത്തിനായി എഴുന്നേറ്റ് പുറത്തു വന്നപ്പോൾ കാൽ തെറ്റി താഴേക്ക് വീണതാണെന്ന് കരുതുന്നു. രാവിലെ മറ്റ് തൊഴിലാളികൾ എത്തിയപ്പോഴാണ് ബാബുവിനെ താഴെ വീണ നിലയിൽ കണ്ടെത്തിയത്. ഉടനെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. പ്ലാന്റേഷൻ റോഡിൽ ആനകളുടെ ശല്യം ഉള്ളതിനാൽ റബ്ബർ തോട്ടത്തിലെ കെട്ടിടത്തിലാണ് ബാബു കഴിഞ്ഞിരുന്നത്. കുഴികൾ നിറഞ്ഞ് കരാഞ്ചിറ വലിയ പാലത്തിന് സമീപത്തെ റോഡ്. പാലത്തിനോട് ചേർന്ന അപകടങ്ങൾ തുടർക്കഥയാകുന്നു. കരാഞ്ചിറ വലിയ പാലത്തിൽ യാത്ര ചെയ്യാൻ കുഴികൾ കടക്കണം. പാലത്തിലേക്ക് കടക്കുന്ന 50 മീറ്റർ താഴെയുള്ള ഭാഗത്തെ കുഴികളാണ് യാത്രികരെ ദുരിതത്തിലാക്കുന്നത്. കാട്ടൂരിൽ നിന്ന് അന്തിക്കാട്, തൃപ്രയാർ, തൃശൂർ ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യാനുള്ള പ്രധാന മാർഗമാണ് കരാഞ്ചിറ വലിയ പാലം. നിരവധി വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഈ പാലത്തിൽ വാഹനങ്ങൾ കുഴികളിൽ വീണ് അപകടം സംഭവിക്കുന്നത് പതിവാണ്. കുഴി ഒഴിവാക്കി ഇരുചക്ര വാഹനങ്ങൾക്ക് പോലും സഞ്ചരിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ്. ദിവസങ്ങൾക്ക് മുമ്പ് ഇതിന് സമീപമുള്ള റോഡുകളിലെ കുഴികൾ അടച്ചിരുന്നു. പാലത്തിനോട് ചേർന്ന റോഡിലെ കുഴികൾ അടയ്ക്കണം എന്ന ആവശ്യമുയർന്നപ്പോൾ പാലം കരുവന്നൂർ കാട്ടൂർ റോഡിന്റെ ഭാഗമല്ല എന്ന മറുപടിയാണ് ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. പൊതുമരാമത്ത്, ഇറിഗേഷൻ വകുപ്പുകൾ പാലത്തിലെ കുഴികളെ കൈയൊഴിഞ്ഞ മട്ടാണ്. കുഴികൾ അടച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. കന്നുകാലികളെ ചികിത്സിക്കാൻ ആധുനിക സംവിധാനമില്ലാത്തത് ക്ഷീരകർഷകരെ വലയ്ക്കുന്നു. കുന്നംകുളം മേഖലയിൽ പലയിടത്തും പശുക്കൾ ചത്തിട്ടും രോഗകാരണം കണ്ടെത്താൻ കഴിയുന്നില്ലെന്ന് ക്ഷീരകർഷകർ ആരോപിച്ചു. രോഗം ബാധിച്ച പശുക്കളുടെ അസുഖ കാരണം കണ്ടെത്താനാകാതെ നടത്തുന്ന ചികിത്സ ബലം ചെയ്യാത്തതാണ് പശുക്കൾ ചാകാൻ കാരണം. രോഗം ബാധിച്ച പശുക്കളുടെ രക്തം പരിശോധിക്കാൻ നിലവിൽ മേഖലയിൽ സംവിധാനങ്ങളില്ല. ഇത് കാരണം രോഗലക്ഷണം കണ്ടുള്ള ചികിത്സയാണ് ഇപ്പോൾ നടത്തുന്നത്. തളർന്നു വീഴുന്ന പശുക്കൾക്ക് കൃത്യമായി ചികിത്സ കിട്ടാത്തതിനാൽ ഇവ മരണത്തിന് കീഴടങ്ങുകയാണ്. ക്ഷീരകർഷകനായ കാട്ടകമ്പാൽ പഞ്ചായത്ത് അംഗം പ്രദീപ് കൂനത്തിന്റെ 8.5 മാസം ഗർഭിണിയായ പശു 2 ദിവസം മുൻപ് ചത്തിരുന്നു. രോഗം കൃത്യമായി തിരിച്ചറിയാൻ കുന്നംകുളം മേഖലയിൽ സംവിധാനങ്ങളില്ലെന്ന് പ്രദീപ് കൂനത്ത് പറഞ്ഞു. ആടുകൾക്കും സമാന രീതിയിൽ രോഗങ്ങൾ ബാധിച്ചാലും രോഗം തിരിച്ചറിയാൻ സംവിധാനങ്ങളില്ല. ക്ഷീരകർഷകർക്ക് വേണ്ടി കോടികൾ ചെലവാക്കുന്ന സർക്കാർ മൃഗചികിത്സയ്ക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. കോൾ കർഷകർ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. നെല്ല് സംഭരണ തറവിലയിൽ വെട്ടിക്കുറച്ച പ്രോത്സാഹന തുക പുനഃസ്ഥാപിക്കാനും രാസവളത്തിന്റെയും കീടനാശിനികളുടെയും വിലവർദ്ധനവ് തടയണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു സമരം. കോൾ കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് മുരളി പെരുന്നെല്ലി MLA ധർണ ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി KK കൊച്ചുമുഹമ്മദ്, വൈസ് പ്രസിഡന്റ് KK രാജേന്ദ്രബാബു, സെക്രട്ടറി PR വർഗീസ്, ഓർഗനൈസിംഗ് സെക്രട്ടറി NK സുബ്രഹ്മണ്യൻ, ഗോപി കൊളങ്ങാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൾ കർഷകർ കളക്ടർക്ക് നിവേദനം നൽകി. ഏനാമാവ്, ഇടിയഞ്ചിറ, കുത്തുമാക്കൽ, ഇല്ലിക്കൽ,
കൊറ്റൻകാട് എന്നീ റെഗുലേറ്ററുകൾ അറ്റകുറ്റപ്പണികൾ നടത്തി യന്ത്രവൽക്കരിക്കൽ, കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകൽ, കൃഷിവകുപ്പ് ശുപാർശ ചെയ്യുന്ന അളവിൽ കുമ്മായം സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യൽ തുടങ്ങിയ ആവശ്യങ്ങൾ കർഷകർ ഉന്നയിച്ചു. ശുദ്ധജലക്ഷാമം അനുഭവപ്പെടുന്ന ശ്രീനാരായണപുരം ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ പ്രാദേശിക കുടിവെള്ള പദ്ധതികൾ ആരംഭിക്കാൻ തീരുമാനം. MLA E.T. ടൈസൺ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തുകളുടെ സഹകരണത്തോടെയാണ് പദ്ധതികൾ നടപ്പിലാക്കുക. പ്രാദേശിക ശുദ്ധജല സ്രോതസ്സുകളും ഉപയോഗശൂന്യമായ വാട്ടർ ടാങ്കുകളും പദ്ധതിക്കായി ഉപയോഗിക്കും. ഓരോ പ്രദേശത്തേക്കുള്ള കുടിവെള്ളം അതാത് പ്രദേശത്ത് നിന്നും പമ്പ് ചെയ്യുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പ്രാദേശിക കുടിവെള്ള വിതരണ പദ്ധതികൾക്കായുള്ള പ്രൊജക്ട് തയ്യാറാക്കാൻ പഞ്ചായത്തിന് നിർദ്ദേശം നൽകിയതായി E.T. ടൈസൺ MLA പറഞ്ഞു. എടത്തിരുത്തി പഞ്ചായത്ത് രാമംകുളം കുടിവെള്ള പദ്ധതി 4, 5, 6 വാർഡുകളിൽ ആവശ്യമായിട്ടുള്ള കുടിവെള്ളം അവിടെ നിന്ന് തന്നെ പമ്പ് ചെയ്യാനുള്ള ഒരു മാർഗം ഞങ്ങൾ ആദ്യം ഒരു പൈലറ്റ് പ്രോജക്റ്റായിട്ട് എടുത്തു. ഇപ്പോഴാണെങ്കിൽ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് കുടിവെള്ള ക്ഷാമമുള്ള സ്ഥലത്ത് നല്ല വാട്ടർ ടാങ്കുകളുണ്ട്, ശുദ്ധജലവും ലഭ്യമാണ്. അതുപോലെ കിണറും നല്ല സോഴ്സായിട്ട് നമുക്ക് വെള്ളം എടുക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ അത്തരം സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നുള്ള ഗൗരവപ്പെട്ട ആലോചന അവർ നടത്തുന്നുണ്ട്. അവരൊരു പ്ലാൻ തയ്യാറാക്കുന്നുണ്ട്. ആ പ്ലാനിൻ്റെ ഭാഗമായിട്ട് പ്രാദേശിക കുടിവെള്ള വിതരണം നന്നാക്കി കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിലുള്ളൊരു ശ്രമം ആരംഭിക്കുകയാണ്. ഇവിടെ ആണെങ്കിൽ പൊതുവായിട്ട് അങ്ങനെ എടുക്കാൻ പറ്റിയ നല്ല കുളങ്ങൾ സംവിധാനങ്ങളുള്ള ഒരു പഞ്ചായത്തിൽ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പദ്ധതി നടപ്പാക്കാൻ കഴിയാവുന്ന രീതിയിൽ തുടർ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് അതിനനുസരിച്ചുള്ള നല്ല പ്ലാൻ പഞ്ചായത്തിൻ്റെ ഒക്കെ നല്ല മേൽനോട്ടത്തിലും നേതൃത്വത്തിലും ഉണ്ടാക്കുന്നതിനുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. ദേശീയപാത 66ന്റെ നവീകരണം ആരംഭിച്ചതോടെ ജലവിതരണം താറുമാറായ അവസ്ഥയിലാണ്. ഈ സാഹചര്യത്തിലാണ് MLAയുടെ നേതൃത്വത്തിൽ പ്രാദേശിക ജലവിതരണ പദ്ധതികൾക്ക് രൂപം നൽകുന്നത്. കുന്നംകുളം ആർത്താറ്റ് ഭാര്യ സഹോദരിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കടബാധ്യതകൾ തീർക്കാൻ ആർത്താറ്റ് സ്വദേശിനി നാടഞ്ചേരി വീട്ടിൽ 50 വയസ്സുള്ള സിന്ധുവാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ സിന്ധുവിന്റെ സഹോദരിയുടെ ഭർത്താവ് മുതുവറ സ്വദേശി കണ്ണനെ പോലീസ് പിടികൂടിയിരുന്നു. പ്രതിക്ക് 7 ലക്ഷം രൂപ കടമുണ്ടായതായി പറയുന്നു. ഈ കടം തീർക്കുന്നതിനായി വീട്ടമ്മയുടെ സ്വർണം കവരുന്നതിനായാണ് പ്രതി കൊലപാതകം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. പ്രതി കറുത്ത ടീഷർട്ടും മാസ്കും ധരിച്ചിരുന്നെന്ന അയൽവാസികളായ ദമ്പതികൾ നൽകിയ മൊഴിയാണ് കേസിൽ നിർണായകമായത്. 6 വളയും സ്വർണമാലയും പ്രതിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ആർത്താറ്റ് വീട്ടമ്മയെ കഴുത്തിന് വെട്ടി ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയുമായി തെളിവെടുപ്പ് നടത്തുന്നതിനിടെ സംഘർഷം. കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ CR സന്തോഷ്, സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയുമായി തെളിവെടുപ്പിനെത്തിയത്. പ്രതി കൊലപാതകത്തിനായി ഉപയോഗിച്ച വെട്ടുകത്തി സമീപത്തെ പാടത്തു നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ നഷ്ടപ്പെട്ട ചെരുപ്പും സമീപത്തെ പറമ്പിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. തെളിവെടുപ്പിന് ശേഷം മടങ്ങവെ പ്രതിയെ ബന്ധുക്കളും നാട്ടുകാരും അസഭ്യം വിളിക്കുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത വൻ പോലീസ് സന്നാഹത്തിലായിരുന്നു തെളിവെടുപ്പ്. വടക്കാഞ്ചേരി അകമല പട്ടാണിക്കാട് മാനിന്റെ ജഡം കണ്ടെത്തി. മാനിനെ പട്ടികൾ കടിച്ചു കൊന്നതാണെന്ന സംശയം. പ്രദേശത്ത് പ്രവർത്തിച്ചുവരുന്ന ഷെൽട്ടറിലെ പട്ടികൾ പുറത്തു ചാടി ആളുകൾക്ക് ശല്യം ഉണ്ടാക്കുന്നതായി പരാതി നൽകിയിട്ടും നടപടികൾ ഉണ്ടായില്ലെന്ന് നഗരസഭാ വാർഡ് കൌൺസിലർ ബുഷ്ര റഷീദ് പറഞ്ഞു. നഗരസഭയോട് ഷെൽട്ടർ ഒഴിവാക്കാൻ ഹൈക്കോടതി അറിയിച്ചിട്ടും നഗരസഭ തീരുമാനമെടുക്കാത്തത് പ്രദേശത്തെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ബുഷ്ര റഷീദ് ആരോപിച്ചു. സ്നേഹക്കൂട് ഭവന പദ്ധതിയിലെ 4ാമത്തെ വീടിന്റെ താക്കോൽദാനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. ഇരിങ്ങാലക്കുടയിൽ നടന്ന വർണ്ണക്കുടയുടെ സമാപന വേദിയിലായിരുന്നു പരേതനായ നാടൻപാട്ട് കലാകാരൻ സുരേന്ദ്രന്റെ ഭാര്യ സജിനിക്ക് മന്ത്രി വീടിന്റെ താക്കോൽ കൈമാറിയത്. NSS വിദ്യാർത്ഥികൾ വിവിധ ചലഞ്ചുകളിലൂടെ സമാഹരിച്ച തുകയും സുമനസ്സുകളുടെ സഹായങ്ങളും ചേർത്താണ് സ്നേഹക്കൂട് നിർമ്മിച്ചത്. സ്റ്റേറ്റ് NSS ഓഫീസർ ഡോക്ടർ RN അൻസർ, നാഷണൽ സർവീസ് സ്കീം ജില്ലാ കൺവീനർ MV പ്രതീഷ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, സ്കൂൾ പ്രിൻസിപ്പൽ പ്രീതി തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ന് സമാപനം കുറിക്കുകയാണ്. ഈ സമാപന സമ്മേളനത്തെ തുടർന്ന് ഉടനെ തന്നെ ശ്രീമതി ഗൗരിലക്ഷ്മിയുടെ
മ്യൂസിക് ബാൻഡ് അവതരണത്തോടു കൂടിയാണ് വർണ്ണക്കുടയ്ക്ക് കൊടിയിറങ്ങുക. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം.ആർ. രഞ്ജിത്തും വരന്തരപ്പിള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരനും രാജിവെച്ചു. ഇടതുമുന്നണി ധാരണപ്രകാരമാണ് ഇരുവരും രാജിവെച്ചത്. എം.ആർ. രഞ്ജിത്ത് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്കും അജിത സുധാകരൻ പഞ്ചായത്ത് സെക്രട്ടറിക്കും രാജിക്കത്ത് നൽകി. സിപിഐയിലെ ആമ്പല്ലൂർ ഡിവിഷൻ അംഗം കെ.എം. ചന്ദ്രൻ കൊടകര ബ്ലോക്ക് പ്രസിഡന്റായും സിപിഐയിലെ കലാപ്രിയ സുരേഷ് വരന്തരപ്പിള്ളി പഞ്ചായത്ത് പ്രസിഡന്റാകാനുമാണ് സാധ്യത. അതിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആതിര ദേവരാജൻ രാജിവെച്ചു. സിപിഐക്കാരിയായ ആതിര മുന്നണിയിലെ മുൻ ധാരണപ്രകാരമാണ് രാജിവെച്ചത്. അവസാനത്തെ ഒരു വർഷം സിപിഎമ്മിനാണ് പ്രസിഡന്റ് സ്ഥാനം. ആദ്യത്തെ 2 വർഷം സിപിഎമ്മിലെ കെ റിജേഷ് ആയിരുന്നു പ്രസിഡന്റ്. ശക്തമായ കാറ്റിൽ അത്താണി മിണാലൂരിൽ ഓടിക്കൊണ്ടിരുന്ന ഇരുചക്രവാഹനത്തിന് മുകളിലേക്ക് മരം കടപുഴകി വീണ് ഒരാൾക്ക് പരിക്കേറ്റു. കാലിന് പരിക്കേറ്റ ഇരുചക്രവാഹന യാത്രികൻ ആശുപത്രിയിൽ ചികിത്സ തേടി. വടക്കാഞ്ചേരിയിൽ നിന്നും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി മരം മുറിച്ചു നീക്കിയാണ് വാഹനം പുറത്തെടുത്തത്. ഇതേ തുടർന്ന് മേഖലയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. കേരള വിഷൻ ഉപഭോക്താക്കൾക്കായി നടത്തുന്ന സമ്മാനോത്സവം 2025ന്റെ ചേലക്കര മേഖലയിലെ സമ്മാന കൂപ്പൺ വിതരണം നടന്നു. ചേലക്കരയിൽ സിഒഎ ജില്ലാ ട്രഷറർ CG ജോസ്, ഹോട്ടൽ അലങ്കാർ എലൈറ്റിന്റെ ജനറൽ മാനേജർ രവികുമാറിന് സമ്മാന കൂപ്പൺ നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. TCV ഡയറക്ടറും മേഖലാ പ്രസിഡന്റുമായ ജേക്കബ് ജെറോം, മേഖലാ സെക്രട്ടറി KV മനോജ്, ട്രഷറർ V മണികണ്ഠൻ, ബെന്നി PV, ലിൻഡോ എന്നിവർ സംസാരിച്ചു. കേരള വിഷൻ സമ്മാന പദ്ധതി 2025 എന്ന പേരിൽ നടപ്പിലാക്കുന്ന സമ്മാന പദ്ധതി 2025 ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസങ്ങളിലായി നടത്തപ്പെടുകയാണ്. തൃശൂർ കേരള വിഷന്റെ കീഴിലുള്ള മുഴുവൻ ഡിജിറ്റൽ വരിക്കാർക്കും ബ്രോഡ്ബാൻഡ് വരിക്കാർക്കും കൂപ്പൺ നൽകി സമ്മാന പദ്ധതിയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിന്റെ പരമമായ ലക്ഷ്യം. അതിന്റെ ഭാഗമായി ചേലക്കര മേഖലയിൽ എലൈറ്റ് ഹോട്ടലിന്റെ മാനേജർക്ക് കൂപ്പൺ നൽകിക്കൊണ്ട് ഈ ചേലക്കര മേഖലയുടെ ഈ സമ്മാന കൂപ്പൺ വിതരണ ഉദ്ഘാടനം നടത്തപ്പെടുകയാണ്. നഷ്ടപ്പെടുമെന്ന് കരുതിയ 3 കുരുന്നുകളെ പൂർണ്ണ ആരോഗ്യത്തോടെ തിരികെ നൽകി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി. ആതുര സേവന രംഗത്ത് വീണ്ടും മാതൃകയായി. പാലക്കാട് സ്വദേശികളായ തമിഴ്നാട് തിരുപ്പൂരിൽ താമസിക്കുന്ന പ്രസീതയും ജയപ്രകാശുമാണ് 18 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ലഭിച്ച പൊന്നോമനകളുമായി സന്തോഷത്തോടെ നാട്ടിലേക്ക് മടങ്ങിയത്. രക്ഷപ്പെടില്ലെന്ന് കരുതിയിരുന്ന 3 കുരുന്നുകളെയും വെന്റിലേറ്റർ ഉൾപ്പെടെയുള്ള അതിതീവ്ര പരിചരണം നൽകി 3 മാസത്തെ ശ്രദ്ധാപൂർവമായ ചികിത്സയിലൂടെയാണ് പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരികെ എത്തിച്ചത്. 10 ലക്ഷത്തിലേറെ ചിലവ് വരുന്ന ചികിത്സ 3 കുഞ്ഞുങ്ങൾക്കും സൗജന്യമായാണ് ലഭ്യമാക്കിയത്. മാതൃകാപരമായ പരിചരണം നൽകി കുഞ്ഞുങ്ങളെ രക്ഷിച്ച മെഡിക്കൽ കോളേജിലെ ടീമിനെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു. വടക്കാഞ്ചേരി ഓട്ടോമൊബൈൽ സഹകരണ സംഘം പുതിയ ഓഫീസ് മുൻ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് TP ഗിരീശൻ അധ്യക്ഷത വഹിച്ചു. സംഘം വൈസ് പ്രസിഡന്റ് വൈശാഖ്, സെക്രട്ടറി ലൈല, നഗരസഭാ പ്രതിപക്ഷ നേതാവ് അജിത് കുമാർ, സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ ജൂബി കുര്യാക്കോസ് തുടങ്ങിയവർ സംസാരിച്ചു. ചണ്ഡീഗഡിൽ വൈദ്യുതി തൊഴിലാളികൾ നടത്തുന്ന സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ 1 മണിക്കൂർ പണിമുടക്കി. പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ച് വടക്കാഞ്ചേരി ഇലക്ട്രിക്കൽ ഡിവിഷൻ ഓഫീസിനു മുൻപിൽ ഐക്യദാർഢ്യ യോഗം നടത്തി. KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി C പ്രദീപൻ ഉദ്ഘാടനം ചെയ്തു. KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ ഡിവിഷൻ സെക്രട്ടറി TV ദേവദാസ് അധ്യക്ഷത വഹിച്ചു. KS സൈനുദ്ദീൻ, K രമ്യ, NT ബേബി തുടങ്ങിയവർ സംസാരിച്ചു. കനത്ത മഴയിൽ നടീലിനു തയ്യാറാക്കിയ ഞാറ്റടികൾ നശിച്ച പോർക്കുളം പഞ്ചായത്തിലെ വെട്ടിക്കടവ് കരുവാൻതാഴം കോൾപ്പടവിൽ കർഷകർ വിത്ത് വിതച്ചു. മൂപ്പ് കുറഞ്ഞ വിത്തായ മനുരത്നയാണ് 100 ഏക്കർ പാടത്ത് വിതച്ചത്. കിലോയ്ക്ക് 45 രൂപ നിരക്കിലാണ് കർഷകർ വിത്ത് വാങ്ങിയത്. ഡിസംബർ ആദ്യവാരം പെയ്ത കനത്ത മഴയിൽ വെട്ടിക്കടവ് കോൾപ്പടവിലെ കർഷകർ വിതച്ച ഞാറുകൾ നശിച്ചിരുന്നു. 315 ഏക്കറുള്ള പാടത്ത് പകുതിയോളം കർഷകർ മറ്റിടങ്ങളിൽ നിന്ന് ഞാറു വാങ്ങി നടീൽ പൂർത്തിയാക്കി. ഞാറ് ലഭിക്കാതിരുന്ന കർഷകരാണ് മൂപ്പ് കുറഞ്ഞ മനുരത്ന വിത്ത് വിതച്ചത്.
വിതയ്ക്കുന്ന പാടത്ത് വിളവ് കുറയുമെങ്കിലും കൃഷി തരിശായിടാതിരിക്കാൻ കർഷകർ കൃഷി ഇറക്കുകയായിരുന്നു. കൃഷി നശിച്ച കർഷകർക്ക് ധനസഹായം നൽകാൻ നടപടിയെടുക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. അഴീക്കോട് മുനിക്കൽ മുസ്രിസ് ബീച്ച് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ഡയാലിസിസ് കിറ്റ് വിതരണവും സാംസ്കാരിക സമ്മേളനവും നടന്നു. നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ഇ ടി ടൈസൺ MLA, എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ, എടത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ, ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സിനിമാ പിന്നണി ഗായകൻ അഫ്സൽ നയിച്ച സംഗീത വിരുന്നും അരങ്ങേറി. നമ്മുടെ നാടിനെ ചേർത്ത് നിങ്ങൾക്ക് വിശ്വാസിയാകാം, അവിശ്വാസിയാകാം, അത് നിങ്ങളുടെ കാര്യമാണ്. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവഹേളിച്ചതിൽ പ്രതിഷേധിച്ച് പട്ടികജാതി ക്ഷേമ സമിതി മണലൂർ ഏരിയ കമ്മിറ്റി മുല്ലശ്ശേരിയിൽ പ്രതിഷേധ ധർണ നടത്തി. സമിതി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് PK ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് കൃഷ്ണൻ തുപ്പത്ത് അധ്യക്ഷത വഹിച്ചു. CPM മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ, VV സജീന്ദ്രൻ, TK ചന്ദ്രൻ, KS ലോഹിതാക്ഷൻ, KK സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ കമ്പിടി തിരുനാളിന് കൊടിയേറി. അത്താണി പോപ്പ് ജോൺ പോൾ പീസ് ഹോം ഡയറക്ടർ ഫാദർ ജോൺസൺ ചാലിശ്ശേരി കൊടിയേറ്റം നിർവഹിച്ചു. വികാരി ഫാദർ വിൽസൺ പിടിയത്ത്, ഫാദർ ജെയ്സൺ പുതുപ്പള്ളിൽ എന്നിവർ സഹകാർമ്മികരായി. ജനുവരി 5, 6, 7 തീയതികളിലാണ് തിരുനാൾ ആഘോഷം. കൈക്കാരന്മാരായ ജോൺസൺ നീലങ്കാവിൽ, സെബി CK, ടോണി CA തുടങ്ങിയവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. ഏനാമാക്കൽ കെട്ടുങ്ങൽ റെഗുലേറ്ററിന് സമീപം KLDC ഫേസ് കനാലിൽ കുളിക്കടവും നീന്തൽ പരിശീലന കേന്ദ്രവും നിർമ്മിക്കുന്നതിനായി പദ്ധതി. ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷം രൂപ ചെലവിൽ വടക്കേ ബണ്ടിനോട് ചേർന്നാണ് കുളിക്കടവ് നിർമ്മിക്കുന്നത്. തുടർ പദ്ധതിയായി നീന്തൽ പരിശീലനത്തിന്റെ സാധ്യതയും പരിശോധിക്കും. പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷൈനിയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി. കുളിക്കടവിൽ പടവുകളും ഇരിപ്പിടങ്ങളും ഉണ്ടാകും. 12 മീറ്റർ നീളത്തിൽ 8 പടികളാണ് ഇതിന്റെ ഭാഗമായി നിർമ്മിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുംതാസ് റസാഖ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാജു അമ്പലത്ത് എന്നിവരും നാട്ടുകാരും സ്ഥലത്തെത്തിയിരുന്നു. 2025 മാർച്ചോടെ പദ്ധതി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തൃശൂർ ജില്ലയെ പ്രതിനിധീകരിച്ച് ഹൈസ്കൂൾ വിഭാഗത്തിൽ പങ്കെടുക്കുന്ന മോണോ ആക്ടിൽ 1ാം സ്ഥാനം നേടിയ വിദ്യാർത്ഥിയെ ആദരിച്ചു. വേലൂർ സ്വദേശി ജ്വാല റോസിനെയും അവരുടെ പരിശീലകനായ പിതാവും കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറായ ബിഞ്ചു ജേക്കബിനെയുമാണ് ആദരിച്ചത്. തൃശൂർ ടൌൺഹാളിൽ ആരോഗ്യവകുപ്പിന്റെ ജില്ലാതല പരിപാടിയുടെ സമാപനത്തിലാണ് കൂനമുച്ചി സൽസംഗിന്റെ നേതൃത്വത്തിൽ ആദരിച്ചത്. സൽസംഗ് ചെയർമാൻ മേജർ PJ സ്റ്റൈജു അധ്യക്ഷത വഹിച്ചു. ഒറ്റ നോട്ടം മതി മുഹമ്മദ് അലിയസയ്ക്ക്. ഏതു രൂപവും മിനിറ്റുകൾക്കുള്ളിൽ കടലാസിലേക്ക് പകർത്തും. 5ാം ക്ലാസ്സുകാരനായ അലിയസ ഇത്തരത്തിൽ വരച്ച MTയുടെ കാരിക്കേച്ചർ സാമൂഹ്യമാധ്യമങ്ങളിൽ ശ്രദ്ധേയമാകുന്നു. ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡേഴ്സ് സംസ്ഥാന പ്രസിഡന്റ് ഗിന്നസ് സത്താർ ആദൂറിന്റെയും ഷെമീന ബീവിയുടെയും മകനാണ് 10 വയസ്സുകാരൻ മുഹമ്മദ് അലിയസ. പ്രശസ്ത കഥാകൃത്ത് MT വാസുദേവൻ നായരുടെ നിര്യാണത്തെ തുടർന്ന് ദിനപത്രത്തിൽ വന്ന പടം നോക്കി അലിയസ വരച്ച കാരിക്കേച്ചറാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാകുന്നത്. ബോൾപെൻ ഉപയോഗിച്ചാണ് കാരിക്കേച്ചർ വരച്ചിരിക്കുന്നത്. MTയുടെ വിയോഗത്തെ തുടർന്ന് എല്ലാ പത്രങ്ങളിലും MTയെ കുറിച്ചിട്ടുള്ള ഫീച്ചറുകളൊക്കെ കണ്ടപ്പോൾ മോനോട് ഒന്ന് ഇത് വരക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാനങ്ങനെ പുറത്തുപോയി. തിരിച്ചു വന്ന് നോക്കുമ്പോൾ വളരെ മനോഹരമായ രീതിയിൽ MTനെ വരച്ചു വെച്ചിരിക്കുകയാണ്. എനിക്കത് വലിയ സന്തോഷം തോന്നി. ഞാൻ സ്വാഭാവികമായിട്ടത് സോഷ്യൽ മീഡിയയിൽ അതിട്ടു. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ വിളിച്ചു, വലിയ ആർട്ടിസ്റ്റുകൾ ഒക്കെ വിളിച്ചു. 10 വയസ്സുള്ള ഒരു കുട്ടി വരച്ചതാണെന്ന് പറയുമ്പോൾ എല്ലാ ആളുകൾക്കും ഒരു അത്ഭുതമാണ് തോന്നിയത്. LKG പഠിക്കുന്ന സമയത്ത് തന്നെ 1 മിനിറ്റിൻ്റെ ഉള്ളിൽ മുഖ്യമന്ത്രിനെയും അതുപോലെ തന്നെ നിമിഷ നേരം കൊണ്ട് മോഹൻലാലിനൊക്കെ വരച്ച് ശ്രദ്ധേയനായ കാർട്ടൂണിസ്റ്റാണ്. 2.5 വയസ്സുള്ളപ്പോൾ തന്നെ ചുമരിൽ കുത്തി വരച്ച് അലിയസ ചിത്രരചനയോടുള്ള വാസന പ്രകടിപ്പിക്കുമായിരുന്നു. പിന്നീട് പത്രങ്ങളിൽ വരുന്ന കാർട്ടൂണുകൾ അതേപടി നോക്കി വരയ്ക്കും. 5 വയസ്സുള്ളപ്പോൾ 1 മിനിറ്റ് കൊണ്ട് വരച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ചലച്ചിത്ര താരം മോഹൻലാലിന്റെയും ചിത്രങ്ങൾ പ്രശംസ പിടിച്ചുപറ്റി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി,
ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ, ഫുട്ബോൾ താരങ്ങളായ മെസ്സി, നെയ്മർ, പ്രമുഖ രാഷ്ട്രീയ നേതാക്കളായ കെ സുധാകരൻ, ഗോവിന്ദൻ മാഷ്, രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ, ബിനോയ് വിശ്വം, കഥകളുടെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ തുടങ്ങി നിരവധി പ്രശസ്തരുടെ കാർട്ടൂണുകൾ വരച്ചിട്ടുണ്ട്. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥിയാണ് മുഹമ്മദ് അൽ യസ. TC വിനോസ്, എരുമപ്പെട്ടി. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശിയുടെ ഭാഗമായുള്ള കലാസാംസ്കാരിക പരിപാടികൾക്ക് തുടക്കമായി. പ്രശസ്ത പിന്നണി ഗായിക പത്മശ്രീ KS ചിത്ര ഉദ്ഘാടനം നിർവഹിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ അധ്യക്ഷത വഹിച്ചു. ദേവസ്വം ബോർഡ് മെമ്പർമാരായ പ്രേംരാജ് ഉണ്ടാലാത്ത്, MB മുരളീധരൻ, പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ, കൊച്ചിൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ S ഉദയകുമാർ, കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, തിരുവില്ലാമല ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ KK കല, ദേവസ്വം ഓഫീസർ PB ബിജു എന്നിവർ സംസാരിച്ചു. തുടർന്ന് പ്രശസ്ത സിനിമാ താരം ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ നൃത്തസന്ധ്യ അരങ്ങേറി. 2025 ജനുവരി 10 വെള്ളിയാഴ്ചയാണ് പ്രശസ്തമായ നെല്ലുവായ് ധന്വന്തരി വൈകുണ്ഠ ഏകാദശി. ഭഗവതി വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണവേ നമഃ. അച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണുനാരായണ. അതിരപ്പള്ളി വാഴച്ചാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ ടിക്കറ്റ് ചാർജിൽ വർധനവ് വരുത്തി. നിലവിലെ നിരക്കിന്റെ കൂടെ GST കൂടി ഉൾപ്പെടുത്തിയാണ് വർധനവിന് കാരണമെന്ന് വാഴച്ചാൽ DFO പറഞ്ഞു. പുതുക്കിയ നിരക്ക് പ്രകാരം മുതിർന്നവർക്ക് 60 രൂപയുടെ ടിക്കറ്റ് എടുക്കണം. 50 രൂപയായിരുന്നു പഴയ നിരക്ക്. കുട്ടികൾക്ക് 15, വിദ്യാർത്ഥികൾക്ക് 20, വിദേശ പൌരന്മാർക്ക് 250 എന്നിങ്ങനെയാണ് പുതിയ നിരക്കുകൾ. ഇരുചക്ര വാഹനങ്ങൾക്ക് 15 രൂപയും ചെറിയ വാഹനങ്ങൾക്ക് 40ഉം വലിയ വാഹനങ്ങൾക്ക് 100 രൂപയും ഇനി മുതൽ നൽകണം. അതിരപ്പള്ളിയിലും വാഴച്ചാലിലും പ്രത്യേകം ടിക്കറ്റ് ആവശ്യമില്ല. പുത്തൻകാട് പാടശേഖരത്തിലെ കൊയ്ത്തുത്സവത്തിൽ പങ്കെടുത്ത് പുത്തൂർ ഗവൺമെന്റ് LP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥികൾ. അധ്യാപകരായ K അഞ്ജു, സിമി ജോസഫ്, ചിപ്പി എന്നിവരുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ പാടത്തെത്തിയത്. കൊയ്ത്തുമിതി യന്ത്രം ഉപയോഗിച്ച് നടത്തുന്ന കൊയ്ത്ത് കാണുന്നതിനൊപ്പം തന്നെ പാടത്തിറങ്ങി അല്പസമയം കൊയ്യാനും സാധിച്ചത് കുട്ടികളിൽ ആവേശം നിറച്ചു. പാടശേഖരം പ്രസിഡന്റ് വിജയകുമാരി, സെക്രട്ടറി ബിജി ബാലൻ, ഭരണസമിതി അംഗങ്ങളായ ഷിജി കള്ളാടത്തിൽ, കൃഷി അസിസ്റ്റന്റ് പ്രിയ മാർട്ടിൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തൃശൂർ തിരുവമ്പാടി ക്ഷേത്രത്തിൽ ഏകാദശിയോടനുബന്ധിച്ചുള്ള വിളക്കെഴുന്നള്ളിപ്പിന്റെ 6ാം ദിനത്തിൽ പഞ്ചവാദ്യം അരങ്ങേറി. ഗുരുവായൂർ മുൻ മേൽശാന്തി മധുസൂദനൻ നമ്പൂതിരി മദ്ദളത്തിൽ പ്രമാണികനായി. പുതുവർഷനാളിലെ കലാഭവൻ മണിയുടെ ജന്മദിനം ഓർത്ത് ചേനത്തുനാട്. ചേനത്തുനാട്ടിലെ പാടിയിൽ സ്റ്റേജുകളിൽ വൈവിധ്യമാർന്ന കലാപരിപാടികൾ, ദീപാലങ്കാരങ്ങൾ, വന്നെത്തുന്ന മുഴുവൻ ആളുകൾക്കും ഭക്ഷണം എന്നിങ്ങനെ ആഘോഷം നീളും. 2016 മാർച്ച് 5-നാണ് മണി കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞത്. പ്രിയതാരത്തിന്റെ ജന്മദിനം ആഘോഷിക്കാൻ ഇക്കുറി സുഹൃത്തുക്കൾ ഒത്തുചേരും. മണി പഠിച്ച സർക്കാർ ബോയ്സ് സ്കൂളിലാണ് പ്രശസ്ത കലാകാരൻ കലാഭവൻ ജയന്റെ നേതൃത്വത്തിൽ ഒത്തുചേരുന്നത്. പുത്തൻപീടിക സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ചുള്ള ദീപാലങ്കാരം അന്തിക്കാട് SI അജിത് സ്വിച്ച് ഓൺ നിർവഹിച്ചു. അന്തിക്കാട് ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി, അസിസ്റ്റന്റ് വികാരി ഫാദർ ജോബിഷ് പാണ്ടിയാമാക്കൽ, കൈക്കാരൻ ആൻഡ്രിൻ ജോസ്, ജനറൽ കൺവീനർ ജോയ് അരിമ്പൂർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു.
തളിക്കുളം പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി കോഴി വിതരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM മെഹബൂബ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ MK ബാബു, ബുഷറ അബ്ദുൾ നാസർ, ബ്ലോക്ക് അംഗം കല തുടങ്ങിയവർ സംസാരിച്ചു. താന്യം പഞ്ചായത്ത് 5-ാം വാർഡിൽ എന്റെ വീട്ടിലും കണിവെള്ളരി എന്നതിന് തുടക്കമായി. വിഷുവിന് വാർഡിലെ എല്ലാ വീടുകളിലും ജൈവ കണിവെള്ളരി ഉണ്ടാക്കുന്നതിനായി വിത്ത് വിതരണം ആരംഭിച്ചു. വിതരണ ഉദ്ഘാടനം തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS നിർവഹിച്ചു. വാർഡംഗം ആൻഡോ തുറയൻ അധ്യക്ഷത വഹിച്ചു. ആശാ വർക്കർ സുശീല രാജൻ, അങ്കണവാടി ടീച്ചർമാരായ സതീരംഗൻ, KB അഞ്ജു എന്നിവർ സംസാരിച്ചു. സെർവർ തകരാർ മൂലം സംസ്ഥാന വ്യാപകമായി റേഷൻ വിതരണം തടസ്സപ്പെട്ടു. ഈ മാസത്തെ റേഷൻ വിതരണം ചൊവ്വാഴ്ച അവസാനിക്കയിരിക്കെയാണ് സെർവർ തകരാർ മൂലം റേഷൻ വിതരണം ഭാഗികമായി നിലച്ചത്. ചിലയിടത്ത് ഏറെ നേരമെടുത്ത് ബിൽ അടിക്കാൻ കഴിഞ്ഞെങ്കിലും റേഷൻ കടകൾക്ക് മുൻപിൽ വരി നിന്ന് കാർഡുടമകൾ വലഞ്ഞു. മുണ്ടൂർ പരിശുദ്ധ കർമ്മല മാതാവിൻ ദേവാലയത്തിൽ ഇടവക ദിനവും കുടുംബ കൂട്ടായ്മ വാർഷികവും വികാരി ഫാദർ ബാബു അപ്പാടന്റെ പൌരോഹിത്യ രജത ജൂബിലി ആഘോഷ സമാപനവും നടന്നു. രാമനാഥപുരം രൂപതാ ബിഷപ്പ് മാർ പോൾ ആലപ്പാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. കൊട്ടേക്കാട് ഫൊറോന വികാരി ഫാദർ ജോജു ആളൂർ അധ്യക്ഷത വഹിച്ചു. മുൻ MP TN പ്രതാപൻ മുഖ്യപ്രഭാഷണം നടത്തി. കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപിയാശാൻ ഫാദർ ബാബു അപ്പാടനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ഫാദർ ബാബു അപ്പാടന്റെ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നിർമ്മിച്ചു നൽകുന്ന കാരുണ്യഭവനത്തിന്റെ താക്കോൽദാനം കമ്മിറ്റി ഭാരവാഹികൾ താക്കോൽ നൽകിക്കൊണ്ട് നിർവഹിച്ചു. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട മുൻ MP ശ്രീ TN പ്രതാപൻ, ശ്രീ ഷൈൻ ടോം ചാക്കോ പ്ലീസ്. ദിനത്തോടനുബന്ധിച്ച് പള്ളി ആദരണ പദയാത്ര നടത്തി വരുന്നു. അതിരപ്പിള്ളി വാച്ചുമരത്ത് മരം കടപുഴകി വീണ് വാഹനഗതാഗതം തടസ്സപ്പെട്ടു. ചൊവ്വാഴ്ച വൈകിട്ടാണ് മലയുടെ ഓരത്ത് നിന്നിരുന്ന വലിയ മരം റോഡിന് കുറുകെ വീണത്. ഇതേ തുടർന്ന് 50ഓളം വാഹനങ്ങൾ റോഡിൽ കുടുങ്ങി. 1 മണിക്കൂർ നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ജീവൻ രക്ഷിക്കാൻ യുവാവ് സുമനസ്സുകളുടെ സഹായം തേടുന്നു. രക്തകോശങ്ങളെയും മജ്ജയെയും ബാധിക്കുന്ന അപൂർവ ഇനം ക്യാൻസർ ബാധിച്ച് തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിൽ ചികിത്സയിൽ കഴിയുന്ന പെരുമ്പിലാവ് നെടിയടത്ത് വീട്ടിൽ 28 വയസ്സുള്ള നന്ദനാണ് ജീവൻ രക്ഷിക്കാൻ സുമനസ്സുകളുടെ സഹായം തേടുന്നത്. നിശ്ചയം കഴിഞ്ഞ് വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനിടയിലാണ് 7 മാസം മുൻപ് നന്ദന്റെ രോഗം തിരിച്ചറിഞ്ഞത്. അന്നു മുതൽ ചികിത്സ തുടരുന്നുണ്ടെങ്കിലും രോഗം ഗുരുതരമായി തന്നെ തുടരുകയാണ്. ജീവൻ രക്ഷിക്കണമെങ്കിൽ മജ്ജ മാറ്റിവെക്കൽ മാത്രമാണ് പ്രതിവിധിയെന്ന് ഡോക്ടർമാർ പറയുന്നു. ഇതിന്റെ ഭാഗമായുള്ള വിദഗ്ധ ചികിത്സയ്ക്ക് വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണം. 30 ലക്ഷത്തോളം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. 4 വർഷം മുൻപ് നന്ദന്റെ പിതാവ് മരിച്ചിരുന്നു. അമ്മ കിടപ്പ് രോഗിയാണ്. വീടും പുരയിടവും ബാങ്കിൽ പണയത്തിലാണ്. നാട്ടുകാരുടെ സഹായത്താലാണ് ഇതുവരെയുള്ള ചികിത്സാ ചെലവുകൾ കണ്ടെത്തിയത്. വിദേശത്ത് ജോലി ചെയ്തിരുന്ന സഹോദരൻ രോഗശയ്യയിലായ നന്ദനെ പരിചരിക്കാൻ ജോലി ഉപേക്ഷിച്ച് നാട്ടിലെത്തുക കൂടി ചെയ്തതോടെ കുടുംബം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായി. നന്ദന്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ ചെയർമാനും പൊതുപ്രവർത്തകനായ KE സുധീർ കൺവീനറുമായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ സമിതി രൂപീകരിക്കുകയും SBI ബാങ്ക് പെരുമ്പിലാവ് ശാഖയിൽ അക്കൗണ്ട് തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അക്കൗണ്ട് നമ്പർ 4363739616. TCV ന്യൂസ്, കുന്നംകുളം. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7080 രൂപ, പവന് 56640 രൂപ. വെള്ളി ഗ്രാമിന് 93 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3196 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ആഘോഷപൂർവ്വം പുതുവത്സരത്തെ വരവേറ്റ് ലോകം. പുത്തൻ പ്രതീക്ഷയിൽ 2025. പരിയാരം കൊന്നക്കുഴിയിൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും വീണ് ടാപ്പിംഗ് തൊഴിലാളി മരിച്ചു. കാലടി സ്വദേശി ബാബുവാണ് മരിച്ചത്.
കുഴികൾ നിറഞ്ഞ് കരാഞ്ചിറ വലിയ പാലത്തിന് സമീപത്തെ റോഡ്. പാലത്തിനോട് ചേർന്ന അപകടങ്ങൾ തുടർക്കഥയാകുന്നു. റോഡ് അറ്റകുറ്റപ്പണി നടത്താതെ അധികൃതർ. കുന്നംകുളം മേഖലയിൽ അജ്ഞാത രോഗം മൂലം പശുക്കൾ ചത്തൊടുങ്ങുന്നു. രോഗകാരണം കണ്ടെത്താനും കന്നുകാലികളെ ചികിത്സിക്കാനും ആധുനിക സംവിധാനമില്ലെന്ന് ക്ഷീരകർഷകർ. അവഗണനയിൽ പ്രതിഷേധിച്ച് കോൾ കർഷകർ. രാസവളത്തിന്റെയും കീടനാശിനികളുടെയും വില വർധനവ് തടയണമെന്ന ആവശ്യം. ശുദ്ധജലക്ഷാമം അനുഭവപ്പെടുന്ന ശ്രീനാരായണപുരം ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ പ്രാദേശിക കുടിവെള്ള പദ്ധതികൾ ആരംഭിക്കാൻ തീരുമാനം. ഓരോ പ്രദേശത്തേക്കുള്ള കുടിവെള്ളം അതത് പ്രദേശത്തു നിന്നും പമ്പ് ചെയ്യും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.